ലോകത്തെമ്പാടും ഇന്ന് ഫോസിൽ ഫ്യൂവൽ വാഹനങ്ങളുടെ പകരക്കാരനെ കണ്ടുപിടിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. കാരണം അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എത്ര കാലത്തേക്ക് ഇപ്പോൾ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉണ്ടാവും എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ലോകത്തിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറഞ്ഞ് വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാവുന്ന മലിനീകരണ തോത്, കാർബൺ മോണോക്സൈഡ് അടക്കമുള്ള വാതകങ്ങളുടെ മലിനീകരണം കാരണം ലോകത്ത് വലിയ പരിസ്ഥിതി നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാലാണ് പ്രധാനമായും നമ്മൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അഥവാ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് നമ്മുടെ യാത്രാവാഹനങ്ങളെ മാറ്റി അവ മറ്റ് ഇന്ധനങ്ങൾ കൂടുതൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങളിലേക്ക് നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ലോകത്ത് പ്രധാനമായി വന്നിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. അതായത് ലിഥിയം ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് മോട്ടോറിൽ പ്രവർത്തിക്കുന്ന പാസഞ്ചർ കാറുകളൊക്കെ ലോകത്ത് വളരെയധികം പോപ്പുലറായി വരികയാണ്. അപ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടത്, ഈ ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് ഈ ഫോസിൽ ഫ്യൂവൽ വാഹനങ്ങളെ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഓടുന്ന, ഡീസലിലും പെട്രോളിലും ഓടുന്ന വാഹനങ്ങളെ മുഴുവനായിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമോ? ഇതിന് പകരമായിട്ട് നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാൻ, ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ പ്രധാനമായിട്ട് ഡീസൽ, പെട്രോൾ, പിന്നെ ഇവയിൽ എഥനോൾ കൂടി കലർത്തിയിട്ടുള്ള മിശ്രിതം, ഇവയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മളെല്ലാ മിക്കവാറും പാസഞ്ചർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പെട്രോളിയത്തിൻ്റെ ആധിപത്യം നമ്മൾ ഈ വാഹന മേഖലയിൽ കാണുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരു ഫ്യൂവൽ ഉപയോഗിക്കാത്തത്? കാരണം മറ്റു ഫ്യൂവലുകളിൽ ഓടിക്കാം നമുക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ സോളാർ എനർജിയിലും നമുക്ക് വാഹനം ഓടിക്കാം. പക്ഷേ എന്താണ്, ആ വാഹനം ത്തിൽ വളരെ അധികം പരിമിതികളുണ്ട്. നല്ല മഴയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം കൂടെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ഈ സോളാർ ബാറ്ററികൾ ഫങ്ഷൻ ചെയ്യില്ല. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, അത് 1900 മുതൽ തന്നെ ലോകമെമ്പാകെ വളരെ വലിയ ഒരു നെറ്റ്വർക്കിംഗ് ആ ഇന്ധനങ്ങളുടെ സപ്ലൈയിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു വാഹനമായിട്ട് നമ്മൾ പുറപ്പെടുന്നു വിചാരിക്കുക. നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് നമുക്ക് യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കോ ഒന്നും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നതിന് ആ വാഹനത്തിന് പരിമിതിയില്ല. അതായത് നമ്മളിവിടെ നിന്ന് ഒരു പെട്രോൾ വാഹനത്തിൽ പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്കൊരു 10-50 കിലോമീറ്റർ ഏറി വരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-50 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പെട്രോൾ ബങ്കുകൾ ലഭ്യമാണ്. ലോകത്തിലെവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് പെട്രോളും ഡീസലും ലഭ്യമാണ്. ഒന്ന്. മറ്റൊരു കാര്യം, ഇപ്പോൾ പെട്രോളും ഡീസലും ലഭ്യമല്ലാത്ത ഇതിൽ നമുക്കൊരു 400-500 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇന്ധനം വാഹനത്തിൻ്റെ ടാങ്കിലും അതുപോലെ തന്നെ പുറത്ത് നമുക്ക് ക്യാനുകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഈ നമുക്ക് ഒരു ബങ്കിൽ കയറി പെട്രോൾ അടിച്ച് പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് എത്ര സമയം വേണം? ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് അല്ലെങ്കിൽ ഡീസൽ അടിച്ച് പുറത്തിറങ്ങണമെങ്കിൽ എത്ര സമയം വേണ്ടത്? ആകെ വേണ്ടി വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്. ബങ്കിലെ തിരക്കനുസരിച്ചിട്ട് ഒരു 10 മിനിറ്റിൽ നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലുള്ള ഓടുന്ന വാഹനങ്ങളും നമുക്കുണ്ട്, CNGയിൽ ഓടുന്നത്. ആ CNG അതുപോലെ തന്നെ ലഭ്യമായ സ്ഥലങ്ങളിൽ നമുക്കത് റീഫില്ല് ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാനുള്ള
സൗകര്യവും ഇതുപയോഗിച്ച് എത്ര ദൂരം വേണമെന്നുണ്ടെങ്കിലും വാഹനത്തിന് മറ്റു തകരാറുകളൊന്നും ഇല്ലെങ്കിൽ ഈ ഇന്ധനം ലോകത്തെ എല്ലാ സ്ഥലത്തും ലഭ്യമാണ്. നമുക്ക് ഏത് ദൂരത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. ഇതൊക്കെയാണ് ഈ ഫോസിൽ ഫ്യൂവൽ അഥവാ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളെ ലോകമെമ്പാടും എല്ലാ വാഹനങ്ങളും ഉപയോഗിക്കുന്നതിന് പര്യാപ്തമാക്കിയത്. പിന്നെ അതിൻ്റെ വിലയും വലിയ വില അതിന് കൊടുക്കേണ്ടതില്ല. നമുക്ക് ഒരു താങ്ങാവുന്ന വിലയിലാണ് ഇത് ലോകം മുഴുവൻ ഈ ഇന്ധനങ്ങൾ സപ്ലൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി നിൽക്കുന്നതാണ് ഈ ഫോസിൽ ഫ്യൂവൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ വാഹനങ്ങൾ ഓടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ഇലക്ട്രിക് വാഹനങ്ങൾ പരീക്ഷണശാലകളിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. അതായത് ബാറ്ററികളിൽ, അതായത് ലിഥിയം ബാറ്ററികൾ കുറേയധികം എനർജി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത്തരം ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന കാറുകൾ നിരത്തിൽ ഇറങ്ങാൻ തുടങ്ങി. ആദ്യമായിട്ട് നിരത്തിലല്ല ഇറങ്ങിയത്. അത് നമ്മളിപ്പോൾ ഈ പറയുന്ന മറ്റ് ഫാക്ടറികൾ, അതുപോലെ തന്നെ വലിയ വലിയ വ്യവസായശാലകൾ, അങ്ങനെയുള്ള അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ, അതുപോലെ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ഇപ്പോൾ താജ്മഹലിൽ പോവുകയാണെങ്കിൽ നമുക്ക് താജ്മഹലിലെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിൽ ഇലക്ട്രിക് ബാറ്ററിയിൽ ഓടുന്ന വാഹനങ്ങളിലാണ് നമ്മൾ അകത്തേക്ക് സഞ്ചരിക്കേണ്ടത്. മറ്റു പല കമ്പനികളിലും അവർ അതിൻ്റെ ക്യാമ്പസിനകത്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റി. അങ്ങനെ ആദ്യം അത് നിലവിൽ വരുന്നത് ഈ വലിയ കമ്പനികളിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റേർണലായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ കുറഞ്ഞ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി പവേർഡായിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് ഇത് ദൂരയാത്രകളിൽ നമ്മൾ പാസഞ്ചർ കാറിൽ ഉപയോഗിക്കാനുള്ള പരീക്ഷണങ്ങൾ തുടങ്ങി. അങ്ങനെ അതിൽ പല പാസഞ്ചർ കാറുകളും നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇലക്ട്രിക് കാർ നിർമ്മിച്ചത് കേരളത്തിലാണ്. കേരളത്തിൽ 1993 ചാലക്കുടിയിൽ എഡി മോട്ടോഴ്സ് എന്ന കമ്പനിയാണ് ലവ് ബേർഡ് എന്ന പേരിൽ 2 പേർക്കിരുന്ന് സഞ്ചരിക്കാവുന്ന ഒരു ഇലക്ട്രിക് കാർ ഡിസൈൻ ചെയ്തത്. അതിന് ജാപ്പാനീസ് ടെക്നോളജിയുടെ സഹായവും അവർ തേടിയിരുന്നു. അങ്ങനെ ഈ വാഹനം സാധാരണ ബാറ്ററിയിലാണ് ഓടിയത്. സാധാരണ കാർ ബാറ്ററിയിൽ തന്നെയായിരുന്നു ഈ വാഹനം ഓടിയിരുന്നത്. 60 കിലോമീറ്റർ ദൂരം വരെ ഈ വാഹനം ഒരു ചാർജിൽ ഓടുമായിരുന്നു. 6 മുതൽ 8 വരെ മണിക്കൂറുകൾ കൊണ്ടാണ് അത് ചാർജ് ചെയ്യാൻ സാധിച്ചിരുന്നത്. പക്ഷേ ആ കാലത്ത് ഒന്നാമത് പെട്രോൾ അത്രയധികം ഇന്നത്തെ പോലെ വില കൂടിയ അവസ്ഥയിലായിരുന്നില്ല. ഇത് കേരളത്തിൽ ചാലക്കുടിയിലുള്ള ഈ എഡി മോട്ടോഴ്സ് ഉണ്ടാക്കുകയും അത് കുറച്ച് വാഹനങ്ങൾ ഉണ്ടാക്കിയ ശേഷം അത് കൊമേഴ്ഷ്യലി അവർക്ക് സക്സസ്ഫുൾ ആക്കാൻ സാധിച്ചില്ല. അങ്ങനെ തന്നെ അതിൻ്റെ പ്രവർത്തനം നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്ത ഒരു വാഹനം വരുന്നത്, ഇലക്ട്രിക് വാഹനം 1993 ചാലക്കുടിയിൽ കേരളത്തിലാണ് നിർമ്മിച്ചത്. ലവ് ബേർഡ് എന്നായിരുന്നു ആ വാഹനത്തിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ അവസാനിച്ചു. പിന്നീട് ഈ വാഹനങ്ങൾ ലോകത്ത് ഈ ഇലക്ട്രിക് കാറുകളെ പോപ്പുലറാക്കുന്നത് അമേരിക്കയിലെ ടെസ്ല എന്ന കമ്പനിയാണ്. നമ്മൾ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള വലിയ കാറുകളാണ് ടെസ്ല നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുമ്പോൾ അതൊരു പരീക്ഷണം പാളുമോ അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവുമോ എന്നുള്ള ഉറപ്പൊന്നുമില്ലാതെയാണ് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ ഒരു സാഹസികനായ ചെറുപ്പക്കാരൻ ഈ ടെസ്ല കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. പക്ഷേ അത് വലിയൊരു സക്സസ്സായി മാറി. കാരണം മറ്റു ലക്ഷറി കാറുകളിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടെസ്ല വാഹനങ്ങൾ ഒരു 500 കിലോമീറ്റർ വരെയൊക്കെ ഓടാൻ മാത്രം, ഒരു ചാർജിൽ ഓടാൻ മാത്രം മാത്രം പവർഫുള്ളായിട്ടുള്ള വാഹനങ്ങളാണ് ടെസ്ല നിർമ്മിച്ചത്.
ആ ടെസ്ലയുടെ നിർമ്മാണത്തോടു കൂടി തന്നെ ഇലക്ട്രിക് കാറുകൾ നിർമ്മിച്ചതോടുകൂടി തന്നെ ഇലക്ട്രിക് കാറുകൾ ലോകത്ത് പോപ്പുലർ ആവാൻ തുടങ്ങി. അതേസമയം ഇന്ത്യയിലാവട്ടെ റേവ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ കമ്പനിയാണ് ആദ്യം ഈ ഇലക്ട്രിക് കാറുകൾ നിർമ്മിച്ചു തുടങ്ങിയത്. അത് ചെറിയ വാഹനങ്ങളാണ്, 2 പേർക്ക് സഞ്ചരിക്കാവുന്ന ചെറിയ വാഹനങ്ങളാണ്. പിന്നീട് ആ കമ്പനിയെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഏറ്റെടുക്കുകയും അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്തിട്ട് ഇപ്പോഴും ആ വാഹനങ്ങൾ ഓൺ ഓർഡറിൽ റേവ കാറുകൾ ലഭ്യമാണ്. പക്ഷേ ഈ റേവ കാറുകളും പൊതുവേ സിറ്റികളിൽ കുറച്ച് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റു ഇതുപോലെ പല സ്ഥാപനങ്ങളിലും അവർ ഉപയോഗിച്ചിരുന്നു, എന്നല്ലാതെ വലിയ പോപ്പുലറായിട്ട് വന്നില്ല. പിന്നീടാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സാണ് ധാരാളം ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അവരുടെ പല മോഡലുകളും, അതായത് നെക്സൺ, ടിയാഗോ തുടങ്ങിയ പല പെട്രോൾ ഡീസൽ മോഡലുകളും അവർ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റുകയും അങ്ങനെ ഇന്ത്യയിൽ അത്യാവശ്യം ഇലക്ട്രിക് വാഹനങ്ങൾ, അതുപോലെ തന്നെ ഹുണ്ടായിയുടെ വാഹനങ്ങൾ, അങ്ങനെ ഹുണ്ടായി മോട്ടോഴ്സ്, ഇവരൊക്കെയാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകളുടെ തുടക്കം കുറിച്ചത്. അതേസമയം പിന്നീട് വന്ന മഹീന്ദ്രയാവട്ടെ, മഹീന്ദ്രയാണെന്നുണ്ടെങ്കിൽ XUV 400 എന്ന് പറഞ്ഞൊരു ബ്രാൻഡുമായിട്ട്, ഒരു കാറുമായിട്ടാണ് ആദ്യമായിട്ട് ഇലക്ട്രിക് കാർ രംഗത്തേക്ക് വരുന്നത്. പക്ഷേ അതിനു മുമ്പ് അവർ റേവ എന്ന് പറഞ്ഞ ചെറിയ കാർ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരാണ് ശരിക്കും ഇന്ത്യയിൽ ഈ ഇലക്ട്രിക് കാർ വിപണിയുടെ തുടക്കം കുറിച്ചത്. പക്ഷേ അതേസമയം പിന്നീട് ഇപ്പോഴവർ XUV 400ഉം അതുപോലെ പുതിയ 2 മോഡലുകളും കൂടി അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിറ്റഴിയുന്ന ഇലക്ട്രിക് കാറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BYD എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണ്. ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. ഈ കമ്പനി ധാരാളം വാഹനങ്ങൾ യൂറോപ്പിലും അതുപോലെ തന്നെ ഇന്ത്യയിലും എല്ലാം തന്നെ വിറ്റഴിക്കുന്നുണ്ട്. ആ വാഹനങ്ങൾ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള വാഹനങ്ങളാണ്, അതുപോലെ അതിന് കമ്പാരിറ്റീവ്ലി കുറച്ച് വില കുറവുമാണ്. അപ്പോൾ BYD വാഹനങ്ങൾ, ടാറ്റയുടെ വാഹനങ്ങൾ, ഇപ്പോൾ മഹീന്ദ്രയുടെ വാഹനങ്ങൾ, അതുപോലെ ഹുണ്ടായുടെ ഒക്കെയാണ് ഇന്ത്യയിൽ നിന്ന് വിറ്റഴിയുന്ന ഇലക്ട്രിക് മോഡലുകൾ. മാരുതിയും ടയോട്ടയും ഒക്കെ ഈ രംഗത്തേക്ക് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നൊരു ചോദ്യം, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വാഹനങ്ങൾ, പാസഞ്ചർ വാഹനങ്ങൾ മുഴുവനായിട്ട് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുമോ? അതുപോലെ ആ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സിസ്റ്റത്തിൽ അത് വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതിന് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമ്മൾ മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മലിനീകരണം അതുണ്ടാക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതായത് നമ്മളിപ്പോൾ ഇലക്ട്രിക് കാറുകളിലേക്ക് നമ്മൾ പെട്രോൾ ഇന്ധനത്തിൽ നിന്ന് മാറുമ്പോൾ, ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറുമ്പോൾ അത് എത്രത്തോളം നമുക്ക് പ്രായോഗികമാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമാണ് എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ഗതാഗത സ്ഥിതിയിൽ, ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ലോകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ അവസ്ഥയും കൺസിഡർ ചെയ്യേണ്ടി വരും. ആദ്യം യൂറോപ്പിൽ അതിവേഗം വളർന്ന ഇലക്ട്രോണിക് കാർ വിപണി ഇപ്പോൾ അത് വലിയൊരു മാന്ദ്യത്തെ നേരിടുകയാണ്, തകർച്ചയെ നേരിടുകയാണ്. വോക്സ്വാഗൺ എന്ന ജർമ്മൻ കമ്പനി, അവരാണ് യൂറോപ്പിൽ പ്രധാനമായിട്ട് ഈ ഇലക്ട്രോണിക് വാഹന രംഗത്തേക്ക് വന്ന കമ്പനി. അവർ തുടക്കത്തിൽ വലിയ വളർച്ച കാണിച്ചുവെങ്കിലും ഇപ്പോൾ അവരുടെ വിൽപ്പനയിൽ, ഇലക്ട്രോണിക് കാറുകളുടെ വിൽപ്പനയിൽ വളരെയധികം മാന്ദ്യം ഉണ്ടായിരിക്കുകയാണ്. അവർ 2 ഫാക്ടറികൾ ഈ അടുത്ത ദിവസങ്ങളിൽ അടച്ചുപൂട്ടുകയും ചെയ്തു, അപ്പോൾ ഈ ഇലക്ട്രോണിക് വാഹനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഈ ഇലക്ട്രോണിക് കാറുകളുടെ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഇലോൺ മസ്കിൻ്റെ ടെസ്ല എന്ന കമ്പനിയും അതുപോലെ തന്നെ ഈ വിപണിയിൽ വലിയ മാന്ദ്യം നേരിടുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വിപണിയിൽ ഇപ്പോൾ പെട്ടെന്ന് ഇതിന് മാന്ദ്യം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഇലക്ട്രോണിക് കാറുകളുടെ ആവശ്യകത കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഇന്ത്യയിലും അത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ
ഒരു ഇലക്ട്രിക് കാർ മേടിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? ഈ വിഷയങ്ങളാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത്.